ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. മകരം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനായ ശനി 2-ാമിടത്ത്, അത് 7.5 ശനി ജന്മത്തിൽ നിന്ന് മാറി 2-ലേക്ക് മാറിയിരിക്കുന്നു. ഒരു വർഷം കൂടി ഉണ്ട് ഇനി 7.5 ശനി തീരാൻ. മകരം രാശിക്കാർക്ക് ദൈവാധീനം ഉള്ള കാലങ്ങളിൽ 7.5 ശനി അധിക ദോഷകാരി അല്ലതാൻ, അത് രാശ്യാധിപൻ കൂടിയാണല്ലോ. എങ്കിലും ചില ദശാകാലങ്ങളൊക്കെ ദോഷമായി വരികയൊക്കെ ചെയ്താൽ അതിന് അധിക ക്ലേശങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ഓരോരുത്തർക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അറിയുന്നതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ജാതകം പരിശോധിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. ഗോചരാൽ ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് മേടം രാശിയിൽ ചൊവ്വായും, അതുപോലെ തന്നെ അവിടെ ആ ചൊവ്വ 4-ാം ഭാവമാണ്. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനമാണ് ഈ 4-ാം ഭാവമായ മേടം രാശി. അവിടെ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് ചൊവ്വ നിൽക്കുമ്പോൾ ഈ മകരം രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുക, അങ്ങനെ ഉള്ള ഒരു നല്ല ഭാഗ്യാവസ്ഥയുള്ള സമയമാണ്. അത് വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം പുതുക്കി പണിയുന്നതിനും, അതുമല്ല ഒരു നല്ല ജോലി കിട്ടുന്നതിനൊക്കെ അതിനായിട്ട് ശ്രമിക്കുന്നവർ. ഇപ്പം ജോലി ഉള്ളവരെ സംബന്ധിക്കുന്ന കാര്യമല്ല, നല്ല പൊസിഷനോടുകൂടി, അല്ലാതെ ഒരു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ശമ്പളം കുറവാണ്, കൂടുതൽ മെച്ചപ്പെട്ട ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു പ്രൊമോഷനോട് കൂടിയ ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് മാറുന്നതിനും ഒക്കെ ഈ ജൂൺ മാസത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. സുഖസ്ഥാനമായ 4-ാമിടത്ത് നിൽക്കുമ്പോൾ വാഹനം വന്നു ചേരുക, അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനായിട്ട് ശ്രമിക്കുന്നവർ. അതുപോലെ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടിയുള്ളതിനാൽ തൊഴിൽപരമായ മെച്ചങ്ങൾ ഉറപ്പായും ലഭിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം ഈ മകരം രാശിക്കാർക്ക്. അതുപോലെ തന്നെ മറ്റൊരു ഭാവമാണ് കൂടുതൽ അഭിവൃദ്ധി വരുന്നത് ദാമ്പത്യ ജീവിതം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായി. പൊതുവെ ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞും കൂടിയൊക്കെ 7ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു. എങ്കിലും ആ 7ാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ദൃഷ്ടി ഉള്ളതിനാൽ ചില വിഘടനപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും സുഖസ്ഥാനത്തിൻ്റെ അധിപൻ പൂർണ്ണദൃഷ്ടി ഉള്ളതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഈ മകരം രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉല്ലാസയാത്ര പോകുന്നതിനോ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനാകും. ആഗ്രഹങ്ങൾ സാധിക്കുക, അത് ഈ മകരം രാശിക്കാരായിരിക്കുന്ന കൊച്ചു കുട്ടികളായാലും പ്രായമായവരായാലും ദീർഘകാലമായിട്ട് ഒന്ന് സാധിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഇല്ലേ. ചില ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ച് കിട്ടാൻ ആഗ്രഹമുള്ള ചില വിഷയങ്ങളിൽ, അത് യുവതി യുവാക്കൾക്കായാലും ഒക്കെ അത് ബാധകമാണല്ലോ. അപ്പോൾ ഈ വൃശ്ചികം രാശി അത് ചൊവ്വയുടെ സ്വക്ഷേത്രമാണ്. സർവാഭീഷ്ടങ്ങളും സാധിക്കുന്ന ആ ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയും അതുപോലെ തന്നെ രാശ്യാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയുമൊക്കെ അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുള്ള ബലവാനായിട്ട് നിന്നുകൊണ്ടുള്ള ദൃഷ്ടിയായതിനാൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക്
ഒരു വിവാഹം വന്ന് നടക്കുക യോഗമുണ്ട്. അത് പ്രണയം ഒക്കെ ഉണ്ടായിട്ടും വിവാഹം നടക്കുന്നില്ല, വിവാഹ കാര്യത്തിലേക്ക് അടുക്കാതെ വരുന്ന സാഹചര്യങ്ങളുള്ള വ്യക്തികൾക്ക് അത് പ്രണയ സാഫല്യം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു വിവാഹത്തിലൊക്കെ വന്ന് കലാശിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഏറ്റവും ഭാഗ്യമുള്ള ഒരു സന്ദർഭമാണ്. പ്രധാനമായിട്ട് അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. നിയമപരമായ പ്രശ്നങ്ങളിൽ കുഴപ്പം വന്നു ചേർത്തക്ക രീതിയിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജലാശയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതും കുളിക്കാനിറങ്ങുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ജലരാശിയിൽ രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നീന്തൽ അറിയാവുന്നവർ ആണ് എന്ന് വിചാരിച്ചാലും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗങ്ങൾ ചെയ്യുക വഴി ഒരു സാഹസികതയ്ക്ക് കൂടുതൽ മുതിരുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ജലാശയങ്ങൾ കഴിവതും ഒഴിവാക്കുക, സാഹസികത ഒഴിവാക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.